ന്യൂസ്3യിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കിലാണ്, ആവേശത്തിലാണ് മുന്നണികളെല്ലാം. പ്രചരണത്തിലേക്ക് ഒരു ഘട്ടം പ്രചരണത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു എല്ലായിടത്തും പല മുന്നണികളും സ്ഥാനാർത്ഥികളും. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മാനവീയം വീതിയിലാണ്. എനിക്കൊപ്പം നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആര്യ രാജേന്ദ്രനാണ് ചേരുന്നത്. സ്വാഗതം. ഒരുപാട് 5 വർഷത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു മേയർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയത് കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് ആയിരുന്നു, FB പോസ്റ്റ്. അതെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിലേറ്റവും നമുക്കൊക്കെ ടച്ചിങ് ആയി തോന്നിയ വരി, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു വാടക വീട്ടിൽ നിന്ന് 21 വയസ്സുള്ള ഒരു പെൺകുട്ടി മേയർ സ്ഥാനത്തേക്ക് വരികയാണ്. ആ മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ വലിയ നഗരത്തിന്റെ മേയറായി ചരിത്രം എഴുതുമ്പോൾ സാധാരണക്കാരന്റെയും തൊഴിലാളികളുടെയും ഒരു പാർട്ടിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ. അത് ചരിത്രമാകുമെന്ന് പറഞ്ഞു. എന്താണ് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം? എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള 5 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? അത് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളിന്ന് കാണുന്ന രീതിയിലാണ് നിങ്ങളുടെ മുന്നിലാണ് മേയർ ഉണ്ടായിരുന്നത്. 5 വർഷം ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ പല ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം ജനങ്ങളൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് എന്റെ പോസ്റ്റിന്റെ ശരിയായ വശം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞാൻ പൂർണ്ണമായി നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പലപ്പോഴും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, 21 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടിച്ചുപൊളി സമയമാണ്. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മൾ അലമ്പായി നടക്കുന്നതെന്നൊക്കെ തിരുവനന്തപുരത്ത് ലാംഗ്വേജിൽ പറയും. ആ സമയത്ത് എങ്ങനെയാണ് ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? അപ്പൊ പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ചേച്ചി എന്നോട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവാം. കാരണം നമ്മളൊക്കെ ജീവിച്ചു വരുന്നൊരു സമയത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഒരു പ്രായമാണല്ലോ ആ സമയം. അപ്പൊ ഒരു ഉത്തരവാദിത്വം, അതെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ലൈഫ് നമ്മൾ ബാക്കി കാര്യങ്ങൾ എന്താണ്, നമ്മള് തനിയെ ഒരു പക്ഷേ ഒരു ജീവിതത്തിൽ ഒരു സസ്റ്റെയിനായി നിൽക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക, സെറ്റിൽഡ് ആവാൻ എന്താണ് ചെയ്യാൻ പറ്റുക, മുന്നോട്ട് എന്താണെന്നൊക്കെയുള്ള ആലോചിക്കുന്ന സമയത്ത്, ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കേണ്ട സമയത്ത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ വളരെ സീരിയസ് ആയി പോയോ, വളരെ അങ്ങനെയായി പോയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് 21 വയസ്സിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും അത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ വേറെ ആർക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. പലർക്കും നമ്മളോട് വന്ന് അവരുടെ പ്രയാസം പറയാൻ, അതാണ് എന്റെ വരിയുടെ തുടക്കം തന്നെ അങ്ങനെയാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളുടെ പ്രയാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ വിഷമാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ഓഫീസിലൊക്കെ ആരെങ്കിലും നമ്മൾ മിക്കവാറും ഉച്ച സമയത്തായിരിക്കും ഓഫീസിലൊക്കെ ഉണ്ടാവുക കാണാൻ. അപ്പൊ ആളുകൾ വരുമ്പോൾ അവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ചിലർ അങ്ങനെ പോലും കഴിയാത്തവർ വരും. അപ്പൊ നമ്മുടെ ഓഫീസിൽ തന്നെ ക്യാൻറ്റീൻ ഉള്ളതുകൊണ്ട് ഭക്ഷണം വാങ്ങി കൊടുക്കുക. ഇതൊക്കെ നമുക്കൊരു ജീവിത സാഹചര്യം അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂർണ്ണമായി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ഒരു പക്ഷെ ഇത്രയും സന്തോഷത്തിൽ എന്നോട് ആരും ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. ആത്മവിശ്വാസമാണോ അതോ ആത്മാഭിമാനമാണോ? എന്താണ് ഇപ്പോൾ ഒരു വികാരം എന്ന് പറയുന്നത്? രണ്ടുമുണ്ട്. വളരെ ആത്മവിശ്വാസമുണ്ട്. അത് തുടർന്ന് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ചുമതലയേൽക്കുമെന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു ബാറ്റൺ കൈമാറലാണ്. ആ കൈമാറുന്ന റിലേയിലെ ഇടയ്ക്കുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്, ഇലക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ബാറ്റൺ കൈമാറാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായും സംഭവിക്കും. അതോടൊപ്പം ഞാനിവിടെ പറഞ്ഞതുപോലെ ഞാൻ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതും എന്റെ നിലപാടുകളിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണുകയാണ്. സംസാരിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ള, ആര് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ നേരെ ഇത്രയും ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെയൊക്കെ നിൽക്കുന്ന ഒരു സമയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ടൈറ്റ് ആയിട്ടുള്ള ഒരു റോളായിരുന്നല്ലോ അത്. തുടക്കം മുതൽ ഈ 5 വർഷം വരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വരെയൊക്കെ ആ ഒരു ഉത്തരവാദിത്തം കാര്യക്ഷമമായി തന്നെ നിർവഹിക്കുന്നു. അതുകൊണ്ട് ഞാനൊരു ഗൗരവക്കാരിയാണെന്നുള്ളൊരു മസിൽ പിടുത്തം ഉണ്ടായിരുന്നോ ആര്യക്ക്? ഞാൻ അങ്ങനെ അത്യാവശ്യം തമാശയൊക്കെ പറയുന്ന ആളാണ്. എന്നെ വ്യക്തിപരമായി അറിയുന്നവർക്കറിയാം. ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ തമാശ പറയുന്നവരാണ്. ഒരുപക്ഷെ ബീവിക്കൊക്കെ അറിയായിരിക്കും. അല്ല, അങ്ങനെ നമ്മളെ വ്യക്തിപരമായി അറിയുന്നവർക്കറിയാം. പക്ഷെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരു പോസ്റ്റിലാണ് നമ്മളുള്ളത്. നമുക്ക് ഒരുപക്ഷെ കളിച്ചു ചിരിച്ചിരിക്കേണ്ട സമയം വളരെ കുറവായിരിക്കാം. ആ സമയത്ത് ആ ഗൗരവത്തിൽ തന്നെ തീരുമാനം എടുക്കണം എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിച്ചത്. അത് മാത്രമല്ല, ആ സമയം നമ്മുടെ പ്രായം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് ആ പ്രായത്തിനെ കുറിച്ചൊക്കെയായിരുന്നു അല്ലേ? സ്ത്രീകൾ പൊതുവെ ഒരു ചുമതലയിലേക്ക് വരുമ്പോൾ ഞാൻ കൌൺസിലിൽ തന്നെ ഒരു അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്,
സ്ത്രീകൾ കുറച്ച് പാവമായിട്ട് മിണ്ടാതെയൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ മറ്റാരുടെയോ നിയന്ത്രണത്തിലുള്ള സ്ത്രീ എന്നാ പറയാം. സ്ത്രീകൾ കുറച്ച് അഭിപ്രായം പറയുകയും വ്യക്തിപരമായി അത്തരത്തിൽ ഇങ്ങനെ സംസാരിക്കുകയും നല്ല ബോൾഡായിട്ടൊക്കെ സംസാരിച്ചാൽ തന്റെ ധിക്കാരി എന്നൊക്കെ പറയും. അപ്പൊ അത് സ്ത്രീകൾ എന്ത് ചെയ്താലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് പൊതുവെ സമൂഹത്തിലുണ്ട്. അത് മാറി മാറി വരുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇപ്പോ അങ്ങ് ഒരു സ്ത്രീയാണ്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. അവിടെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, നമ്മളെ പോലുള്ളവരുണ്ടാവും, ജൂനിയർ ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും ചേർന്നതാണ് ഈ സംവിധാനം. ഞാനെപ്പോഴും അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞ് പിന്നെ അതിലേക്ക് നമ്മളങ്ങ് നീന്തി കയറുവാണ്. ഏറ്റവും സന്തോഷവും സങ്കടവും തോന്നിയ നിമിഷം ഞാൻ ചോദിച്ചു. ഒരുപാടുണ്ടായിരിക്കും, എങ്കിലും എന്തായിരിക്കും എനിക്ക് പേഴ്സണലി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ ഓർക്കുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെയും വലിയ അനുഭവം, വിവാഹം, കുഞ്ഞ്. അപ്പൊ ഞാൻ വിവാഹം കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം ഒരു 3 ദിവസമോ 4 ദിവസമാണ് വിവാഹത്തിന്റെ ഭാഗമായി പോലും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് മാറി നിന്നത്. അല്ലെങ്കിൽ ഞാൻ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒക്കെ പോയി വരിക. അത്ര അത്യാവശ്യ ഘട്ടമാണെങ്കിലും ജീവിത പങ്കാളിയും അത്യാവശ്യം നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. എനിക്ക് അതിലൊക്കെ ഒരു വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം സിസേറിയൻ ആയിരുന്നു എനിക്ക് ഡെലിവറി. എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് ഏതാണ്ട് 5-6 ദിവസം കഴിയുമ്പോൾ ഞാൻ ഫയൽ നോക്കി തുടങ്ങുകയാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, നമ്മുടെ ആരോഗ്യസ്ഥിതി പോലെയൊക്കെ ഇരിക്കുമെങ്കിലും അല്ല, അത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ഒരുപാട് മാനസിക സംഘർഷം വരും, നടക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു. നമുക്ക് എന്താണോ പറ്റില്ല എന്ന് പറയുന്നത് ചെയ്യാൻ ഒരു വാശിയാണ്. അപ്പൊ പേഴ്സണലി അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം നമുക്കറിയാലോ, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് അത്തരം സാഹചര്യത്തിൽ അപ്പോൾ എന്റെ ആ വ്യക്തിപരമായ കാര്യത്തിന് പോലും ഞാൻ മാറി നിൽക്കരുത്. അതായത് ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ ഡെലിവറി അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യമാണ്. കുഞ്ഞുണ്ടാവുക അത്തരം കാര്യങ്ങളൊക്കെ പേഴ്സണലാണ്. പിന്നെ നമ്മള് വന്നു, പിന്നെ അതൊരു വിവാദം. അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളോടൊപ്പം ഉള്ളവരെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞും അതിലൊരുപാട് സഹകരണം ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ ഒഫീഷ്യലി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷവും സങ്കടവും ഒരുപോലെ വൈകാരികമായ നിമിഷം. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഈ ഒരുപാട് പ്രയാസം ആളുകൾ വന്ന് പറയുന്നതിൽ ഒരു പ്രധാനം വീടില്ല എന്നുള്ള പ്രയാസമാണ്. അപ്പൊ അതിൽ ചിലർക്ക് വീടൊക്കെ കൊടുത്ത് പിന്നെ ഈ 5 വർഷം ആദ്യഘട്ടത്തിൽ കൊടുത്തവരൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി തിരിച്ച് നമ്മളെ ക്ഷണിക്കാൻ വരും. ഈ വീട് പാലുകാച്ചിനൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ പാലുകാച്ചി എന്ന് പറയുന്നത് പാലുകാച്ചിനൊക്കെ ക്ഷണിക്കാൻ വേണ്ടി വരുമ്പോ അവര് ഞങ്ങൾ എന്തു വന്നാലും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കെട്ടിപ്പിടിക്കാറൊക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഒരുപാട് അനുഭവങ്ങളുണ്ട് അങ്ങനെ. കാരണം എന്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് വികസനം ചെയ്യട്ടെ, നമ്മൾ എന്ത് കാര്യം ചെയ്തു എന്ന് പറയട്ടെ, ഒരു പ്രയാസമുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം വീടില്ല എന്നുള്ളതാണ്. അത് ആ സാഹചര്യം അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുന്നുള്ളതാണ്. അതെ. നമ്മൾ പൊതുവെ കരുതുക, നമ്മൾ ഒരാളുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാത്ത ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്കൊരു കഥയാണ്. നമ്മളതിന്റെ ഏതെങ്കിലും നമ്മളുമായി ബന്ധപ്പെടുത്താനോ നമുക്ക് അറിയുന്നവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ അത് മനസ്സിലാവുള്ളൂ എന്നാണ് ഞാനെപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പൊ ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പോഴും ചില ആളുകളൊക്കെ അതിന്റെ താഴത്തെ കമന്റ് ഇട്ടപ്പോൾ ഞാൻ അതിനെ കണ്ടത് അങ്ങനെയാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിത സാഹചര്യങ്ങൾ നമുക്കെന്നും അന്യമാണ്. നമ്മളെന്നും അതൊരു കഥയായി മാത്രമേ, മറ്റൊരാളുടെ ജീവിതത്തിൽ നടക്കുന്ന കഥയായിട്ടേ നമുക്കതറിയൂ. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ജീവനക്കാരും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ടുള്ള ചില ദിവസം വളരെ വൈകി ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ എന്ന വ്യത്യാസവും ഇല്ലാതെ ഒരുപാട് പേര് ഒരുമിച്ച് ഇപ്പൊ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യുന്ന ചില പദ്ധതികൾ തലേ ദിവസം ചിലപ്പോൾ രാത്രി ചില അവസാനഘട്ട പണികൾ ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് സമയങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്ന 5 വർഷം എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ ഓഫീസിൽ 5 വർഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് PG കൂടെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ കോളേജുമായിട്ട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും. അതുപോലെ ആ ഒരു പ്രായമായതുകൊണ്ട് ഞാൻ കോളേജുമായിട്ട് താരതമ്യം ചെയ്തത്. അപ്പൊ അവരുടെ ഒരു ജീവനക്കാരും എല്ലാവരും ആയിട്ടുള്ള ഇപ്പോ ആര്യയുടെ എപ്പോഴുള്ള സ്റ്റാറ്റസ് അവരോടൊപ്പം ഉള്ള ഫോട്ടോസ് ഒക്കെയാണ്. അപ്പൊ നമ്മളെപ്പോഴും കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴും അങ്ങനെയൊക്കെയാണ്, ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോസും നല്ല മെമ്മറീസും ഒക്കെ ഇങ്ങനെ ഓർത്തെടുക്കും. അപ്പൊ അതെങ്ങനെയാണ് അവരോടൊക്കെയുള്ള ഒരു? അല്ല, അവര് കുറെ പേര് എല്ലാം ചേച്ചിയും ചേട്ടന്മാരും. അതെ, എല്ലാവരും ചേച്ചിയും ചേട്ടന്മാരുമാണ്. പ്രായം കുറഞ്ഞ ആരും അവിടെ എന്നെക്കാൾ മുതിർന്ന ആളുകളെ ഉള്ളൂ. അപ്പൊ അവരെല്ലാവരും ഇപ്പോ നമുക്ക് വരുന്ന ഒരു പരാതി പോലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യുകയും കൃത്യമായി നമ്മളെ കാര്യങ്ങൾ അപ്ഡേഷൻ നടത്തുകയും നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് അവരുടെ ഈ 5 വർഷത്തെയും ചിന്ത. അപ്പൊ അതിൽ അവര് വലിയ നീതി പുലർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഫോട്ടോ ഇട്ടത് ചിലപ്പോൾ കുറച്ചു പേരുടേതായിരിക്കും, പക്ഷെ അതുപോലെ ഒരുപാട് പേർ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ സ്ഥലം മാറിപ്പോയവരുണ്ടാകാം. ഒരു ഭരണസമിതി എന്ന നിലയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ജീവനക്കാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. നഗരസഭയിൽ എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു എന്ന് പറയുമ്പോഴും അതിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ
അത് ശുചീകരണ തൊഴിലാളി മുതൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് പറ്റുന്നത്. അപ്പൊ അവര് തീർച്ചയായിട്ടും അവരൊക്കെ അവരുടെ ഒരു സ്നേഹവും അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ്. പിന്നെ 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്നൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷമം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമായിരുന്നല്ലോ ഈ 5 വർഷം. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് അവർക്കും ഉണ്ടാവും. അവര് ഇപ്പൊ തന്നെ അതെ, നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. തിരുവനന്തപുരത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണല്ലോ. അതെ, അത്യാവശ്യം നമ്മുടെ കോർപ്പറേഷൻ ഓഫീസ് ഇരിക്കുന്നത് പാളയം വാർഡിലാണ്. അതെ അതെ, മ്യൂസിയത്തിന് എതിർവശം. അപ്പം നമ്മുടെ നിയമസഭാ മന്ത്രി ഇരിക്കുന്ന PMGയിലാണ്. അതെ അതെ. ആ ദൂരം എത്രയുണ്ട്? അതൊരു 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ വളരെ കുറഞ്ഞ ദൂരമാണ്. കാരണം ഈ തദ്ദേശ അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ കരുതി വേറെന്തോ. 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ വളരെ കുറഞ്ഞ ദൂരമാണ്. ഞങ്ങൾ ഇനി എവിടെയാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊരു സംഘടനാ തലത്തിലാണോ അതോ ഭരണതലത്തിലാണോ ആര്യ എന്ന വ്യക്തിയെ ഞങ്ങൾ അത്രയും മിടുക്കിയായ ഒരാളെ പ്രതീക്ഷിക്കേണ്ടതല്ല? അതാ ഞാൻ ആ ദൂരം ചോദിച്ചത്. ശരിക്കും അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ എവിടെയും പ്രതീക്ഷിക്കരുത്. എന്താണ് നാളെ വരുന്നതെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ശീലിച്ചു വന്ന രാഷ്ട്രീയത്തിൽ. കാരണം നമ്മൾ കാണേണ്ടത് നമ്മുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോ പൊസിഷനിലെത്തുമ്പോൾ ഒന്നുമാകാൻ പറ്റാത്ത ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുടെ കഷ്ടപ്പാടാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളെല്ലാം. സൗകര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒഫീഷ്യൽ പദവികളെല്ലാം. അപ്പൊ നാളെ അങ്ങനെയുള്ള പുതിയ ആളുകളെയൊക്കെ വാർത്തെടുക്കുക എന്ന ചുമതലയാണ്, എന്ത് ചുമതലയാണോ പാർട്ടി തരുന്നത്. ഞാൻ അതിന് പോലും നമ്മുടെ സമൂഹത്തിൽ ട്രോളാൻ ആളുകളുണ്ട്. മേയറിന് സീറ്റ് കൊടുത്തില്ല. ചില മാധ്യമങ്ങളുടെ ഹെഡിങ് തന്നെ മേയറിന് സീറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് ഒഴിവാക്കി. ഞാൻ ചോദിക്കുന്നത് എനിക്കതിൽ ഞാനതിൽ ഒരിക്കലും നാളെ എന്താണ് എന്ന് ആലോചിച്ച് പറയുന്ന ഒരാളെയല്ല. അതിന് കാരണം ഞാനിവിടെ പറഞ്ഞതുപോലെ എനിക്ക് എന്റെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യം. അത് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി പറയുകയാണ് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന ചുമതല വഹിക്കണം. നാളെ ചിലപ്പോൾ ഒരു ചുമതലയും ഉണ്ടാവാതിരിക്കാം. ഏത് സാഹചര്യത്തിലാണോ പാർട്ടി ചുമതലപ്പെടുത്തുന്നത് ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും പാർലമെന്ററി രംഗത്ത് നിൽക്കുകയും മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തക എന്നുള്ള നിലയിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. ഇതാരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ ഒരു ശീലിപ്പിച്ചിട്ടോ വന്നൊരു കാഴ്ചപ്പാടല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫാമിലിയൊക്കെ ഈ പാർട്ടിയുടെ ഭാഗമാണ്. അച്ഛനൊക്കെ ഞാൻ ജനിക്കുമ്പോഴേ പാർട്ടി മെമ്പറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ നാളെ എന്തെങ്കിലും ആകാം എന്ന് കരുതി പ്രവർത്തിക്കുന്നവരല്ല ഞങ്ങളാരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സംസാരത്തിൽ ഏറ്റവും ഞാൻ കംഫർട്ടബിൾ ആയി തോന്നുന്നത് ഇന്നാണ് എന്ന് എനിക്കറിയാം. അതിന്റെ കാരണം എന്താ, എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ വറി ചെയ്യേണ്ട ആളല്ല, അങ്ങനെ വറി ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന് ആത്മവിശ്വാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബാറ്റൺ കൈമാറുകയാണ്. അപ്പൊ എന്റെ ആത്മവിശ്വാസത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഞാനിവിടെ ഇവിടെ ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ലല്ലോ. എന്റെ ആത്മവിശ്വാസം ചെയ്ത കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു, അത് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ തീർച്ചയായും അത് സ്വീകരിക്കുമെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകൾ ഒരു BJPയുടെ വാർഡ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ടാണ് 55ആയി. ബേബി പരിവേഷം ഉണ്ടല്ലോ, അത് താങ്കൾക്ക് മാറിയെന്നും താങ്കൾ അത്ര ചില്ലറക്കാരി അല്ല എന്നും അവർക്ക് തോന്നിയ ഒരു നിമിഷം നമുക്കൊരു ആർജവം വന്നതല്ല. അത് എപ്പോഴായിരുന്നു ഓർക്കുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും ആദ്യത്തെ കൗൺസിൽ എനിക്ക് ഒരു കൗൺസിലറുമായിട്ടുള്ള ഒരു തർക്കം. ആ തർക്കത്തിലാണ് വാക്കുകൾ എങ്ങനെയായിരുന്നു LKG കുട്ടി എന്നൊക്കെ പറഞ്ഞത്. ഞാനത് ശരിക്കും രാഷ്ട്രീയമായി തന്നെ കാണുന്നുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി ഒരു വിമർശനം ഉന്നയിക്കേണ്ടത് അങ്ങനെയല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. നമുക്ക് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടോട് നമുക്ക് വിമർശനം കാണാം. BJPക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയത്തിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഒരിക്കലും ഒരു വ്യക്തിയെ ആക്ഷേപിക്കേണ്ടത്, അവരോട് വിമർശനം ഉന്നയിക്കേണ്ടത് ഇത്തരത്തിലല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. അതിൽ ഞാൻ കാണുന്ന ഇപ്പൊ 5 വർഷം മുൻപുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കിക്കേ, ഇപ്പൊ കോൺഗ്രസും BJPയും യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ വേണ്ടി മത്സരമാണ്. അപ്പോ പരസ്യമായി അല്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഈ മോഡൽ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ ഇതിൽ യാഥാർത്ഥ്യം. അതെ, നമ്മുടെ വിജയം അല്ല, ആര്യയുടെ വിജയമല്ല, അത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്. ആര്യക്ക് വ്യക്തിപരമായി അങ്ങനെ ഒരു ആര്യ കാത്തു സൂക്ഷിക്കുകയും ആ മോഡൽ ആർക്ക് വേണമെങ്കിൽ. അത് ആര്യ മാത്രമല്ല, ഇപ്പോ അരുവാപ്പുലം പഞ്ചായത്തിലെ രേഷ്മയാകട്ടെ, ഒളവണ്ണയിലെ ശാരദയാകട്ടെ തുടങ്ങി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അവതരിപ്പിച്ച, സംസ്ഥാനത്തുടനീളം അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളിൽ വലിയ ഒരു ശതമാനം യുവജനങ്ങളാണ് എന്നുള്ളതാണ്. ആ മോഡലുകളൊക്കെയാണ് ഇപ്പോൾ ആര്യയും രേഷ്മയും ശാരദയും ഒക്കെ ചേരുന്ന. മാറ്റമായിരുന്നല്ലോ ആര്യ മേയറായിട്ട് വന്നപ്പോ നമ്മുടെ മുൻപ് കണ്ടിരുന്ന സാരി ഉടുത്ത കോട്ടൺ സാരി ഉടുത്ത്
സ്റ്റിഫായി വന്നിരുന്ന മേയർമാരിൽ നിന്ന് മാറി ഒരു കാഷ്വൽ ചുരിദാറോ കാഷ്വൽ വെയറോ ഒക്കെ ഇട്ട് ഇറങ്ങുന്ന ഒരു മേയറെ നമ്മൾ കണ്ടു. അത് ഡ്രസ്സിങ്ങിന് മാത്രമല്ല ചിന്തയിലും ആശയപരമായും ഒക്കെ അതുണ്ട് എന്നുള്ളത് തെളിയിച്ചാണ്. അങ്ങനെ തോന്നിയിരുന്നോ ആദ്യം വന്നിറങ്ങിയപ്പോ ഇനി എന്ത് ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ശ്രദ്ധിക്കുന്ന ആളല്ല. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു? അതോ ഇത്രയും ചുമതലകൾ വന്നപ്പോ നമ്മൾ മാറിയതാണോ? അല്ല, നേരത്തെ ഞാൻ ഇപ്പോഴുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് നേരത്തെ ഇടുന്നത്. പക്ഷെ എനിക്ക് ഈ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ജീവിത സാഹചര്യം. ഈ ജീവിത സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോ നമ്മൾ സാധാരണ നമുക്കൊരു ഒഫീഷ്യൽ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നല്ല ഡ്രസ്സൊന്നും ഉണ്ടാവണമെന്നില്ല. ഒരു സാധാരണ ഡ്രസ്സായിരിക്കും. ഇന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ കരമന ഹരിസാവ്, എല്ലാവർക്കും അറിയാം. കരമന ഹരിസാവ് ഞാൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ തലേ ദിവസം, അദ്ദേഹം കരമനയാണ്. അപ്പൊ അച്ഛനുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ചെറുപ്പം മുതലേ. അപ്പൊ എന്നോട് അദ്ദേഹത്തിന്റെ മകളെ പോലെയാണ്. 2 പെൺകുട്ടികളാണ്. എന്നെയും അതുപോലെയാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ എന്നെ വഴക്കുപറയും ശകാരിക്കും ഒക്കെ ചെയ്യും ചെറുതിലെ. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം തലേ ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നാളെ സത്യപ്രതിജ്ഞയില്ലേ, ഇതാൻ ഡ്രസ്സ് വല്ലതും ഉണ്ടോ? എന്നെ കൈയോടെ പിടിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു സ്ഥലത്ത് നിന്ന് തുന്നിത്തന്ന വസ്ത്രമാണ് ഞാൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആദ്യമായി ഇടുന്ന എന്റെ വസ്ത്രം. അത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ലായിരുന്നു എന്തിടണം എന്നുള്ള കാര്യം? ഞാൻ ഡിസിഷൻ എടുത്തിരുന്നില്ല സത്യത്തിൽ. ഞാൻ ഉള്ളത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്റെ പൊതുവേലുള്ള ലുക്കിൽ തന്നെ മനസ്സിലായി. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് പുറകോട്ടാണ്. കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചതൊക്കെ. അപ്പൊ കുറച്ച് ആ രീതികൾ ഫോളോ ചെയ്ത് അത്തരം കാര്യങ്ങളിൽ സിമ്പിളായിട്ട്, അത് ബോധപൂർവമായതല്ല, പഠിച്ചു വന്ന സാഹചര്യത്തിൽ അങ്ങനെ ആയതാണ്. വിവാഹത്തിലേക്ക് വന്നപ്പോ എല്ലാവരും നോക്കി മേയറിനി ഒരുങ്ങുമോ? അവിടെ അതായിരുന്നു മേയറുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ജിജ്ഞാസ, ഒരു കൗതുകമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അല്ല, ഞാൻ ഈ ഭാഗികമായി കാണുന്ന സൗന്ദര്യത്തിൽ വിശ്വസിച്ച്, അതായത് പുറമേ കാണുന്ന ഒരു സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം എന്റെ ജീവിത പങ്കാളിയും അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റുന്നല്ല. പക്ഷെ നമ്മൾ എന്താണോ കംഫർട്ടബിൾ ചെയ്താലും എന്നാലും ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പം രണ്ടുപേരുടെ ഒരുപോലെ ആയിരുന്നോ? ഇതൊന്നും ഇഷ്ടങ്ങളിലോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇഷ്ടങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയും. ഒരുപോലത്തെ ഇഷ്ടങ്ങളാവണമെന്നില്ല. തമാശയുടെ കാര്യത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സച്ചേട്ടൻ കുറച്ചും കൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് അങ്ങനെ തമാശ പറഞ്ഞാൽ ഇല്ല. ഇപ്പോഴത്തെ പുതിയ സിനിമയൊക്കെ കാണുമ്പോഴും തമാശ കാണുമ്പോൾ പറയും എനിക്ക് പഴയ ജഗതി ചേട്ടന്റെ ഒക്കെ തമാശയാണ് ഇഷ്ടം എന്ന് പറയും. അത് തെറ്റൊന്നല്ല. പക്ഷെ എന്നാലും ഞാനിപ്പോ ഇപ്പോഴത്തെ എന്ത് സാഹചര്യമാണോ അതിൽ അഡ്ജസ്റ്റഡ് ആയി പോകുന്നത്. ചിരിക്കും. ഞാൻ പരമാവധി ചിരിക്കും. ഏത് കുറച്ച് ചിലയിടത്തല്ല, കുറച്ചും കൂടി റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. കുറച്ചുകൂടി പാവമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഞാൻ പെട്ടെന്ന് എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ വരുന്ന ആളാണ്. കുറച്ചുകൂടി ഞാൻ പെട്ടെന്ന് ചേർന്ന് ദേഷ്യം വരുന്നത് പതുക്കെയാണ്. പക്ഷെ പോകാൻ കുറച്ച് സമയം അങ്ങനെ ദേഷ്യപ്പെടേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ല, എത്തിയിട്ടില്ല. ശരി, അപ്പൊ ഇനി എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. എപ്പോഴും മേയർക്ക് ചുറ്റും ആളുകളെ കാണാം. ഇപ്പോഴും മേയറെ കാണാൻ വേണ്ടി കുറച്ച് പേര് ഇവിടെ ഉണ്ട്. നമ്മുടെ കുടുംബശ്രീയുടെ മാർക്കറ്റിംഗ്, അതെ, അവരുടെ പേര് പോലെ തന്നെ അവർക്ക് പറ്റും തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെയോ ഒക്കെ സംസാരിക്കാനുണ്ട് മേയറോട്. നമ്മള് കുടുംബശ്രീ CDS 1-ന്റെ 25 വാർഡുമായിട്ട് ചേർന്നിട്ട് CDSന്റെ സഹായത്തോടെയും കുടുംബശ്രീ സംരംഭങ്ങൾ 10 പേര് ചേർന്നിട്ട് ഒരു സംരംഭം ആരംഭിക്കും. ഒരൊറ്റ മിനിറ്റ്, ഇതിന്റെ ഇടയിൽ ഞാൻ ഇടപെടുകയാണ്. ഇതും ഒരു ഇടതുപക്ഷ മോഡലാണ്. വിജയിച്ച അതെ അതെ. അപ്പൊ കുടുംബശ്രീ ഒരുപാട് നമുക്ക് തിരുവനന്തപുരം വിവിധ വാർഡുകൾ 25 വാർഡിന്റെ ഏരിയ സ്ഥലത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. കുറഞ്ഞ ശതമാനം പ്രാവശ്യം പറ്റിയിട്ട് നമ്മുടെ കൃഷിയിൽ നിന്ന് ഒരു കുടുംബശ്രീ അംഗത്തിന് ആ മാസത്തിലൊരിക്കൽ ഒരു നമ്മള് പല സസ്റ്റൈനബിൾ മോഡലിനെ പറ്റി നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കുടുംബശ്രീയുടെ രൂപീകരണമൊക്കെ നമുക്കറിയാം. രൂപീകരണത്തിന് ശേഷം കുടുംബശ്രീയെ തകർക്കാൻ വേണ്ടി എടുത്ത തീരുമാനങ്ങളൊക്കെ നമുക്കറിയാം. വലിയ സമരമൊക്കെ നടന്ന ഞാൻ ചെറുതാണ്, ഞങ്ങളൊക്കെ എന്നല്ല, ഞാൻ ചെറുതാണ്. അപ്പോൾ എങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഞാൻ അഭിമാനത്തോടു കൂടി കാണുന്നത് ഇപ്പൊ ഈ ചേച്ചിമാര് ഇവര്
കുറെ ആളുകളെ റെപ്രസെന്റ് ചെയ്തിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കാം, ഇവർക്ക് ഇങ്ങനെ ഒരു സാധ്യത ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ വീട്ടമ്മമാരായിട്ട് അവിടെ ഇരിക്കും. അതായത് പുരുഷന്മാർ അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ കുടുംബം കൊണ്ടുപോകുക എന്ന പരിമിതമായ സാഹചര്യത്തിൽ, അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ ആ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് ഇന്ന് സ്വന്തമായി സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരായി സ്ത്രീകൾ മാറിയിരിക്കുകയാണ്. ഇപ്പൊ കുടുംബശ്രീയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോ നഗരത്തിൽ ഹരിതകർമ്മസേന ഏതാണ്ട് 1 ലക്ഷം അടുപ്പിച്ച് ഒരു മാസത്തെ വരുമാനം കണ്ടെത്തുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ മോഡലുകളാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ പൊതുവെ കുടുംബശ്രീ രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അതിലൊന്ന് പല ഉൽപ്പന്നങ്ങൾ, ഇപ്പൊ സോപ്പ് മുതൽ പല കാര്യങ്ങൾ, ഇപ്പൊ അച്ചാറാകട്ടെ ലോഷനാകട്ടെ, അത് തുടങ്ങി വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യത്തിൽ നിന്ന് വരെ നമ്മൾ പലതരത്തിലുള്ള മോഡലുകൾ, പ്ലാസ്റ്റിക്കിൽ നിന്ന് പല കാര്യങ്ങളൊക്കെ, ഡെക്കറേഷൻ ഐറ്റംസ് വരെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രോഡക്ട്സ് ആകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ എല്ലാം ഉണ്ടാക്കി. അപ്പൊ നമ്മൾ നേരിട്ടിരുന്ന ഒരു പരിമിതിയാണ് ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നുള്ളത്. ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ല, ആളുകളിലേക്ക് വിൽക്കണം. എന്നിട്ട് ആ പൈസ റോൾ ചെയ്ത് വരുമ്പോഴാണ് ഇതൊരു സൈക്കിൾ പോലെ വർക്ക് ചെയ്യുക. അതിനൊരു മാതൃകയായിട്ട് നമ്മുടെ നഗരത്തിൽ ഒരു മാതൃകയായി ഇവരെ എനിക്കറിയാം. നേരത്തെ ഇവരുടെ ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സസ്റ്റൈനബിൾ മോഡൽ എന്നുള്ള നിലയിൽ തന്നെ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിലൊരു വലിയ ഇടപെടൽ ഇവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇവരുടെ ഒരു വലിയ ക്രെഡിറ്റ് ആണ്. അതിൽ പേര് തന്നെ ഞങ്ങൾക്ക് സാധിക്കും എന്നാണ്, വിളിക്കാൻ എന്നാണ്, ഞങ്ങൾക്ക് സാധിക്കും. അതെ. പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് അവിടുത്തെ വെക്കണം. അപ്പൊ അതിനായിട്ടൊരു വാടകയില്ലാതെ ഒരു ഷെൽട്ടർ നമുക്ക് നഗരസഭയിൽ കണ്ടെത്തി തരണം എന്നാണ് മാഡത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നതുകൊണ്ട് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ തരാൻ പറ്റില്ല, എങ്കിലും അത് ഞാൻ ശ്രദ്ധിക്കണം. അപ്പോ എന്നാലും ആവശ്യമായ എന്താണോ അവർക്ക് സഹായം ചെയ്യാൻ കഴിയുക. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം അത് ചെറിയ സന്തോഷമല്ല. അവരുടെ എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ആത്മവിശ്വാസം സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ കഴിയും. വീട്ടിൽ സ്വന്തമായി ഒരാളോടും ചോദിക്കാതെ അവരുടെ ആവശ്യത്തിനാകട്ടെ, വീട്ടിലെ ആവശ്യത്തിനാകട്ടെ, മക്കളുടെ പഠിത്തത്തിനാകട്ടെ അവർക്ക് സ്വന്തമായി പൈസ അധ്വാനിക്കാൻ കഴിയുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ചിന്തകളും പുതിയതാണ്. ഈ ഉണ്ടാക്കുന്ന പാസ്ത ഒക്കെയാണ്, നമ്മുടെ മില്ലറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് പാസ്തയാണ്. അതായത് പഴയ കപ്പയും ചക്കയൊന്നും അല്ല നമ്മൾ അതെല്ലാം ഇന്നത്തെ ആധുനിക ഇന്നത്തെ പുതിയ പ്രോഡക്ട്സ് എന്ന് മാത്രമല്ല അതിലും ആരോഗ്യവും ശ്രദ്ധിക്കുന്നത് മില്ലറ്റ്സ് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബാറ്റൺ കൈമാറുമ്പോൾ അടുത്ത ഭരണസമിതിയുടെ മുൻഗണന അതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും അതിനുള്ള തീരുമാനമായിട്ടുണ്ട് കേട്ടോ. വാഗ്ദാനം തന്നില്ലെങ്കിലും നിങ്ങളെ ഓർക്കും ആ സമയത്ത് ബാറ്റൺ കൈമാറും. ആത്മവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു 25 വാർഡുകൾ മാത്രമേ നമ്മുടെ പ്രോഡക്ട്സ് എത്തുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് 100 വാർഡുകൾ, ഇപ്പൊ 101 വാർഡായി. 101 വാർഡുകളിലും ഞങ്ങളുടെ വിപണന സാധ്യത കൊണ്ടെത്തിക്കണം എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായും ഒരു സജഷൻ പറയാനുണ്ട്. ഒരു സജഷൻ കാര്യം നമ്മളെ വിപണന എല്ലായിടത്തും എത്തിക്കും, എല്ലാ സ്റ്റേറ്റിലും എത്തിക്കണമെന്നാണ് നമ്മുടെ ഇപ്പം കുടുംബശ്രീ സ്റ്റേറ്റ് മിഷനും ജില്ലാ മിഷനും ഒക്കെ. നമ്മളിപ്പോ കേരളത്തിൽ മാത്രമേ ഇപ്പൊ ഒരു ഏരിയയിൽ നിന്നിരുന്നത് കേരളം മൊത്തത്തില് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലോട്ട് പോകാനുള്ള സാധ്യതകളെല്ലാം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതിന് മാമിന്റെ ഒരു സജഷൻ. എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറച്ചുകൂടി ഓൺലൈൻ രംഗത്ത്, ഇന്നിപ്പോ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് കൂടുതലും. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ ഏതാണോ പെട്ടെന്ന് ഡെലിവറി കിട്ടുന്ന ഒരു സംവിധാനം എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആദ്യം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ തുടങ്ങട്ടെ. അപ്പൊ അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. വാഹനം ഓടിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകണം, അതിനൊരു ബ്രാൻഡിങ് എന്നുള്ള നിലയിൽ ഒരു വാഹനം ഉണ്ടാകണം. അപ്പൊ അതൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാവരും പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. ആത്മവിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എഴുതിയത് എന്നുള്ളത്. അതിൽ ഏറ്റവും ആത്മവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ വാക്കുകൾ, അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും അത് തന്നൊരു ധൈര്യം എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് കൂടി ഒന്ന് പറയാം. അങ്ങോട്ട് പോകേണ്ടി വന്നില്ല എന്നല്ല, അനാവശ്യമായി പോകേണ്ട സാഹചര്യം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. നമുക്ക് ചിലപ്പോൾ ചില ഡിസിഷൻ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണത്, ഒരാളാണ്, ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു അത് എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരാൾ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. കാരണം നമുക്ക് പല പ്രതിസന്ധികളുണ്ടാകും, പല പ്രയാസങ്ങളുണ്ടാകും. നമുക്കൊരാളുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒഫീഷ്യൽ ചുമതലകൾ വഹിക്കുമ്പോൾ
നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിനോട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദ്യം ചോദിക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ധൈര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി. അതില് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്ന് സമയത്തിന്റെ കൃത്യതയാണ്. സമയത്തിന്റെ കൃത്യത ഞാൻ അതുകൊണ്ട് ഇന്ന് 2:59 അല്ല, ഞാൻ സമയത്തിന്റെ കൃത്യത ഏറ്റവും പ്രധാനം, അതെല്ലാവരും പറയുന്ന കാര്യമാണ്. 2, നമ്മളൊരു കാര്യം CM-നോട് സംസാരിക്കുമ്പോൾ CM നോട്ട് ചെയ്ത് പോലും വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതായത് നമ്മളിപ്പോ CM-നോട് വ്യക്തിപരമായ ഒരു കാര്യം ഒരു വിഷയത്തിനെ പറ്റി പറഞ്ഞാൽ CM അത് ഓർത്ത് പിന്നീട് മൈൻഡിൽ അത് കൃത്യമായി ചെയ്യും എന്നുള്ളതാണ്. അത് 2 കാര്യങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. നമുക്കറിയാം, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായത്തിന്റേതോ അല്ലെങ്കിൽ മറ്റൊരു ഇതും ഇല്ലാതെ നമ്മളോട് വളരെ ഇതായി പെരുമാറാൻ കഴിയുന്ന താങ്ക് യു. നമുക്ക് ഒരു നിർദ്ദേശം ഞാൻ പറയാം, പ്ലാസ്റ്റിക് ഒഴിവാക്കി എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. പ്ലാസ്റ്റിക് ഒഴിവാക്കി നമുക്ക് എങ്ങനെ ഇത് വിപണനം ചെയ്യാൻ കഴിയും. ഒരുപാട് മോഡലുകളുണ്ട്. ഞാൻ ഇതിന്റെ ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം നടത്തിയ ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് മോഡലുകളുണ്ട്. അതുകൂടി കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്താലും സസ്റ്റൈനബിൾ ആയി ചെയ്യാന്നുള്ള ആശംസകൾ. ഓ താങ്ക് യു. മില്ലറ്റ്സിന്റെ ഓക്കെ. തീർച്ചയായിട്ടും ഈ ഒരു മാഡത്തിന്റെ അഭിപ്രായത്തിൽ ശരി. നിർദ്ദേശം കൂടെ കിട്ടുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കണം നിർദ്ദേശം കൂടെ കിട്ടും. നമുക്ക് വൈകിട്ട് ചെയ്യാൻ സമയമായി. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ ന്യൂസ് 3 എന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. സ്ത്രീകൾ എപ്പോഴും അവരുടെ ധൈര്യം പ്രകടിപ്പിക്കണം, എല്ലായിടത്തും പ്രതികരിക്കണം. താങ്കൾ അങ്ങനെ കൂടി പ്രതികരിച്ച ഒരാളാണ്. മേയർ ആയിരിക്കെ തന്നെ പ്രതികരിക്കേണ്ടി വന്നു, പ്രതികരിച്ചു. അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ആ ഒരു ആർജവം എങ്ങനെയാണ് വന്നത്? ഞാൻ തന്നെ ഇറങ്ങി പ്രതികരിക്കുകയാണല്ലോ. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അതിൽ എനിക്കതിനകത്ത് അന്ന് പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം അറിയാം. ഞാൻ പിന്നെ അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നുമില്ല. അതിൽ അഭിപ്രായം അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. നമ്മുടെ കൺസേൺ മറ്റൊരു സ്ത്രീക്കും ഇങ്ങനൊരു അനുഭവം വരരുത് എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിത് പറ്റി, എനിക്ക് എന്റെ മുഖച്ഛായ സംരക്ഷിക്കാൻ ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല അന്ന് കണ്ടിരുന്നത്. അത് ഒരുപക്ഷെ നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടതിന് ശേഷവും സഹിച്ചു പോകാനുള്ള ഒരു മനസ്ഥിതിയുള്ള ആളല്ലാത്തത് കൊണ്ടായിരിക്കും. ഞാനെപ്പോഴും അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളല്ല. പക്ഷെ മാധ്യമങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ ആയതുകൊണ്ടുമൊക്കെ നമ്മൾ നേരിടേണ്ടി വരുന്ന വിഷയമാണ്. അത്യാവശ്യമുണ്ട്. അത് തന്നെയാണ് അതെ, അത്യാവശ്യമുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി വന്നാൽ ആക്ട് ചെയ്യാൻ കുറച്ചുകൂടി ധൈര്യമുണ്ട്. പ്രതിസന്ധിയോ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ ഇപ്പൊ നമുക്ക് മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്കോ ഒരു വിഷയം വന്നാൽ അത് ഈ ക്വിക്ക് റെസ്പോൺസിനെ മാത്രമല്ല നമ്മൾ കാണുന്നത് പല കാര്യത്തിലും. നഗരസഭയുടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള ക്വിക്ക് റെസ്പോൺസും ഒക്കെ ഇതിന്റെ ഭാഗമാണ്, ഈ വിഷയത്തിൽ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനങ്ങനെയേ കാണുന്നുള്ളൂ. അതിന്റെ നിയമപരമായ മറ്റു നടപടിക്രമങ്ങൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പരിമിതി. എന്തായാലും അപ്പൊ ആത്മവിശ്വാസവും ആത്മധൈര്യവും 2 വാക്കുകളാണ് നമ്മൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.